വയനാട്ടിൽ ബെയിലി പാലത്തിലൂടെ ഗതാഗതം നിരോധിച്ചിരിക്കുന്നുവെന്നാണ് നേരത്തെ കണ്ട ദൃശ്യങ്ങളാണ് അതിന് അടിസ്ഥാനം. സൈഡൊക്കെ ഇടിഞ്ഞുകൊണ്ടിരിക്കണം. സൈന്യം രണ്ടാമത് വന്ന് ബലപ്പെടുത്തുകയൊക്കെ ചെയ്ത പാലം കടന്നപ്പുറത്തേക്ക് പോയി 2-3 ദിവസത്തേക്ക് ജോലിക്ക് വേണ്ടിയും പോകണ്ട എന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്തായാലും അത് ബലപ്പെടുത്താനുള്ള നടപടികൾ അധികൃതർ തുടരുകയാണ്. ഒപ്പം തന്നെ കല്ലൂർ പുഴ കരകവിഞ്ഞൊഴുകുന്നു എന്നതാണ് വയനാട്ടിലെ സംബന്ധിച്ച് മറ്റൊരു കാര്യം. അതുകൊണ്ട് തീരദേശവാസികൾ, പുഴയുടെ തീരത്ത് താമസിക്കുന്നവരൊക്കെ ദയവായി ജാഗ്രത പാലിക്കുക, പുഴയിൽ ഇറങ്ങുക തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് വയനാട്ടിൽ നിന്ന്. ഷഹീദ്, ഇപ്പോൾ ബെയിലി പാലം അത് അന്നുണ്ടാക്കിയ സന്ദർഭം എന്താണ് എന്ന് നമുക്കറിയാം. അതിനുശേഷം അത് ബലപ്പെടുത്തുന്ന നടപടിക്രമങ്ങൾ കൂടി ഉണ്ടാവുകയുണ്ടായി. പക്ഷേ ഇപ്പോൾ സംരക്ഷണ ഭിത്തി അടക്കം കേടുവന്നു എന്നുള്ളതാണ് പ്രശ്നം. ടി സിദ്ദിഖ് അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അവർക്ക് ഇനി അവിടെ താമസിക്കാൻ പറ്റില്ല എന്നുള്ളത് അവർ പറയുന്നു. അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് എന്താണ് സർക്കാരിന്റെ നയം? അത് സർക്കാർ പറയണം. അങ്ങനെ ഒത്തിരി വിഷയത്തിൽ സർക്കാർ ഇനി സ്വീകരിക്കേണ്ടതായ സമീപനങ്ങളെ സംബന്ധിച്ചുള്ള കാര്യം സർക്കാർ കൃത്യതയോടുകൂടി വ്യക്തമാക്കണം. ആരോഗ്യപരമായിട്ടുള്ള മേഖലയിലുള്ള തുടർ പ്രവർത്തനങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ വർഷം സമ്പൂർണ്ണമായി ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്ത് മലബാർ ഗോൾഡിനെ കൊണ്ടുവന്ന് അവർ അത് ഏറ്റെടുത്തു. ഈ വർഷം സർക്കാർ തലത്തിൽ അതിനെ സംബന്ധിച്ച നയപരിപാടികളുണ്ടോ? ഏനപ്പൊയ്യ യൂണിവേഴ്സിറ്റി, നിഷ് ഡീംഡ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ കൊണ്ടുവന്ന് കുറെ കുട്ടികളെ അവിടെ പഠിപ്പിക്കാൻ ഈ വർഷവും ക്രമീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ സർക്കാരിൻ്റെതായിരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള കാര്യങ്ങൾ എന്താണ് സർക്കാർ അത് സംബന്ധിച്ച സമീപനം സ്വീകരിക്കുന്നത്? അങ്ങനെ തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ സർക്കാർ തലത്തിൽ ആലോചിച്ച് നടപ്പിലാക്കും. വലിയൊരു പ്രതിഷേധം നടന്നു. ഇനി പടവെട്ടിക്കുന്നിൽ 27 കുടുംബങ്ങളുടെ ഗോസോൺ ഏരിയയായിട്ട് പ്രഖ്യാപിച്ച വീടുകൾ അവിടെ താമസിക്കാനാണ് സർക്കാർ പറയുന്നത്. പക്ഷെ അവർക്ക് പറയുന്നവർക്ക് ഭയമാണ്, അവിടെ താമസിക്കാൻ കഴിയില്ലെന്ന്. അതിലെന്ത് പരിഹാരം ഉണ്ടാക്കുന്നത്? അതൊക്കെ പ്രത്യേകിച്ച് സംസാരിക്കണമല്ലോ സർക്കാർ തലത്തിൽ. പടവെട്ടിക്കുന്ന് മാത്രമല്ല, പടവെട്ടിക്കുന്ന്, മാട്ടക്കുന്ന്, നീലിക്കാപ്പ്, റാട്ടപ്പാടി, അതുപോലെ വില്ലേജ് ഓഫീസ് പരിസരം, അങ്ങനെ തുടങ്ങി അട്ടമല തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള ഇതിൻ്റെ അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ. ഈ സ്ഥലത്തുള്ളതായിരിക്കുന്ന ആളുകളെ പ്രത്യേകം വിളിച്ച് അവരുടെ അപ്രിഹെൻഷൻ കേൾക്കലും അവരുടെ വികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തീരുമാനമെടുക്കാനുള്ള നടപടിയിലേക്ക് സർക്കാർ പോകണം. സർക്കാരിന് ചില പരിമിതികളുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, ഇവിടെയുള്ള ജനങ്ങൾ നൽകിയതായിരിക്കുന്ന പണം സംസ്ഥാന സർക്കാർ ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ളത് ഇന്നലെ രാഷ്ട്രീയമായി സംസാരിച്ചു. ജനങ്ങൾ കൊടുത്തതായിരിക്കുന്ന പണമാണ്. ആ പണം ഉപയോഗിച്ച് ചെയ്യാനുള്ളതായിരിക്കുന്ന കാര്യങ്ങളിൽ ഗുരുതരമായിട്ടുള്ള പാളിച്ച വന്നു എന്നുള്ളതാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം.